ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. എന്താണ് ഇന്നത്തെ എനർജി? നോക്കാം ഇന്നത്തെ കറൻറ്റ് എനർജി. ഇന്നത്തെ ദിവസം എന്ത് യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് തരുന്നത് നോക്കാം. ഫസ്റ്റ് കാർഡ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പം ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജി എന്ന് പറയുമ്പോൾ ഇന്ന് പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇതൊരു വർക്കിംഗ് പേരൻ്റ് ആണ്. അതുപോലെ ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യ സ്വത്തിന് കാവലിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനർത്ഥം നിങ്ങൾക്ക് പരമ്പരാഗതമായി കൈമാറി വന്ന സ്വത്ത് അന്യാധീനപ്പെട്ട് പോകാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരാളായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സംരക്ഷകയായിട്ട് കാണുന്നുണ്ട്. അല്ല എങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയോ ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങളൊന്ന് സമ്പാദിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് പരമ്പരാഗത സ്വത്തിൻ്റെ അവകാശി, അല്ലെങ്കിൽ അതിനെ നോക്കി നടത്തുന്ന ഒരു നർച്ചറിങ് പേരൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഡെവലപ്പറാണ് എന്നൊക്കെയാണ് ഈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതിനെ നോക്കിയിരിക്കുന്ന ഒരു നർച്ചറിങ് മദർ, ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ലേഡി എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ വെയിറ്റിംഗ് ഫോർ മണി എന്നൊരർത്ഥം കൂടിയുണ്ട്. പണത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരിക, ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുക, ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുക, അങ്ങനെയൊക്കെ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിന് അർത്ഥമുണ്ട്. അപ്പോൾ പണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് പേരുണ്ടാവാം, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് നോക്കാം. നെക്സ്റ്റ് കാർഡ് എന്താണെന്ന് നോക്കാം. ഫൂൾ കാർഡാണ്. അപ്പോൾ ഇന്ന് ഫൂളെന്ന് വെച്ചാൽ ഒരു പാസ്റ്റിനെ പിന്നിൽ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് യൂണിവേഴ്സിനെ വിശ്വസിച്ച്, അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ഒരു മൂളിപ്പാട്ടും പാടി പോകുന്ന ഒരു ആൾ, അതായത് ഉദാസീനനായ ഒരാൾ, ഒരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും പാസ്റ്റിൽ, അതിനെല്ലാം മറന്നിട്ട് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചു പോകുന്ന ഒരാളായിട്ടാണ് ഫുൾ കാർഡ് കാണുന്നത്. അതുപോലെ ഇന്നൊരു പുതിയ തുടക്കമാണ്. അപ്പോൾ നിങ്ങൾ വരുന്നത് പോലെ വരട്ടെ എന്ന് വിചാരിച്ച് എന്തോ ഒരു പുതിയ കാര്യത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി, അതാണ് കേട്ടോ ഇന്നത്തെ അവസ്ഥ. അപ്പോൾ അങ്ങനെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പോകുന്നതായിട്ടാണ് ഫുൾ കാർഡ് പറയുന്നത്. വളരെ ഇന്നസെൻ്റ് ആയിട്ട്, മനസ്സിലൊന്നും പ്രതീക്ഷ വെക്കാതെ, പാസ്റ്റിലത്തെ എല്ലാ ട്രോമാസിനെയും അവിടെ ഉപേക്ഷിച്ചിട്ട് പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് പോകുന്ന ഒരാളെന്നാണ്. ഇത് ഒരു യാത്രയുടെ കാർഡാണ്. ഒരു തീർത്ഥാടന യാത്രയാകാം, ചിലപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിലോ ഒക്കെ പോകുന്നതാവാം, ക്ഷേത്രത്തിലെ പള്ളിയിലൊക്കെ പോകുന്നതാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ആരാധനാലയം, ഇപ്പോൾ മോസ്ക് ആണെങ്കിൽ അങ്ങനെ എവിടാണോ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ സംരക്ഷിക്കുന്നത്, അവിടേക്ക് നിങ്ങൾ ഇന്നൊരു യാത്ര പോകാൻ സാധ്യതയുള്ളതായിട്ടാണ് ഫുൾ കാർഡ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോകുന്ന യാത്രകളിൽ കുറച്ചൊന്ന് സൂക്ഷിക്കണം. കാരണം ഈ ചിത്രത്തിനകത്ത് ഈ പോകുന്ന ആൾ ഒന്നും നോക്കുന്നില്ല. അയാൾക്ക് ദൈവത്തെ വിശ്വാസമാണ്, ദൈവത്തെ മാത്രം വിശ്വസിച്ചുകൊണ്ട് അയാൾ വളരെ സ്റ്റീപ്പായിട്ടുള്ള ഒരിടത്തോട്ട് പോവുകയാണ്. അയാൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഹി വിൽ ഫോൾ ഡൗൺ. അയാൾ താഴോട്ട് വീഴാൻ സാധ്യതയുണ്ട്. അപ്പം അയാൾ താഴോട്ട് വീഴാൻ സാധ്യതയുണ്ടെന്ന് അതിനെ കോഷൻ ചെയ്യുന്ന ഒരു ഡോഗ് ഉണ്ട് ഇവിടെ. അപ്പം മറ്റുള്ളവർ പറയുന്നുണ്ടായിരിക്കും പോകരുത്, സൂക്ഷിക്കണം, നമ്മളത് ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകാനാണ് സാധ്യത. അപ്പോൾ ഇന്നേ ദിവസം കുറച്ച് കോൺഷ്യസ് ആയിരിക്കണം, യാത്ര പോകുന്നവർ കുറച്ച് ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. സൂക്ഷിക്കണേ. ഫുൾ കാർഡാണ് കേട്ടോ. പുതിയ തുടക്കമാണ്. കുറേ പേർക്ക് പുതിയ തുടക്കം, പുതിയ ജോലിയായിരിക്കാം, പുതിയ വീട്ടിലോട്ട് താമസം മാറുന്നതായിരിക്കാം, അല്ലെങ്കിൽ പുതിയ ട്രാൻസ്ഫർ കിട്ടി പുതിയ ഇടത്തോട്ട് പോകുന്നതായിരിക്കാം കേട്ടോ. അങ്ങനെ ഒരു പുതിയ തുടക്കത്തിൻ്റെ കാർഡാണ് ഫുൾ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് കുറച്ച് പേർക്ക് പുതിയ വീട്ടിലോട്ട് പോകുന്നതാണ്, അല്ലെങ്കിൽ പുതിയ ജോലി സ്ഥലത്തേക്ക് പോകുന്നതാണെങ്കിൽ മറ്റ് ചിലർക്ക് ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഉണ്ടായിരുന്ന വീട് മാറി വേറൊരു വീട്ടിലേക്ക് പോവുക, സ്ഥലം മാറിപ്പോവുക, ഒരു സ്ഥലത്ത് നിന്ന് ജോലി മാറി വേറൊരു സ്ഥലത്തേക്ക് പോവുക, പിന്നെ ഉണ്ടായിരുന്ന വീട് ചിലപ്പോൾ കടബാധ്യതകളൊക്കെ കാരണം വിറ്റിട്ട് വേറെ സ്ഥലത്തേക്ക് പോവുക, അതൊക്കെയാണ് 5 ഓഫ് പെൻറ്റക്കിൾസ്. അതായത് ധനനഷ്ടം ഉണ്ടാവുക, ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഈ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി പറയുന്നത്. പിന്നെ ഇതൊരു നഷ്ടബോധമാണ് കേട്ടോ. ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുക, ചില ആളുകൾ ജീവിതത്തിൽ നിന്ന് പോയതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുക, അതൊക്കെയാണ് 5 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്.
പിന്നെ ഒന്ന് ഫിനാൻഷ്യൽ ലോസ് പറഞ്ഞു. പിന്നെ ഇവിടെ നമ്മൾ പുറത്ത് നിന്നുകൊണ്ട് കാര്യങ്ങളെ നോക്കിക്കാണണമെന്നാണ്. ചിലപ്പോൾ നിങ്ങളൊരു വലിയ പ്രശ്നത്തിലാണ് അകപ്പെട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇന്നിപ്പോൾ നിങ്ങളൊരു മാനസികമായിട്ട് കടുത്ത ഒരു സമ്മർദ്ദത്തിലാണുള്ളതെന്ന് വിചാരിക്കാം. നിങ്ങൾ ആ പ്രശ്നത്തിനുള്ളിൽ നിന്ന് നോക്കുമ്പോഴാണ് ആ പ്രശ്നം വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നത്. അപ്പോൾ കൂടിപ്പോയാൽ എന്ത് സംഭവിക്കും എന്ന് ഒന്ന് മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് ആ പ്രശ്നം ഉണ്ടായത് എവിടെയാണോ അവിടെ നിന്ന് മാറി നിൽക്കുക. ആ പ്രദേശം, ആ സ്ഥലം, അതെവിടെ ആട്ടെ, വീടാണെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കുക. ഇനി അതല്ല വേറെ നിങ്ങളുടെ ഓഫീസിലാണെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കുക. എവിടെയാണോ നിങ്ങൾക്ക് സമാധാനമില്ലായ്മ വന്നിട്ടുള്ളത് അവിടെ നിന്ന് മാറി നിന്ന് പുറത്ത് നിന്നിട്ട് നിങ്ങൾ അതിനൊന്ന് വീക്ഷിക്കാനാണ് ഈ 5 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വിവാഹബന്ധം വേർപെടുത്താൻ നിന്നിരുന്ന കപ്പിൾസ് ഉണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു വിവാഹമോചനം നടക്കാൻ സാധ്യതകളായിട്ട് കാണുന്നുണ്ട്. രണ്ടുപേരും രണ്ട് വീട്ടിലേക്ക് മാറി താമസിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് ഈ 5 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. കാല്, കൈ, ഷോൾഡർ, നെക്ക് കേട്ടോ. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ പെയിനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ പ്രത്യേകിച്ചും നിങ്ങൾ തട്ടാതെ മുട്ടാതെയൊക്കെ ഒന്ന് സൂക്ഷിക്കണം. പിന്നെ മാനസികമായിട്ട് കുറച്ച് സമ്മർദ്ദം ഉണ്ടാവാൻ സാധ്യതകളായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും പൈസ ഇല്ലാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ അസുഖം, ആർക്കെങ്കിലും വീട്ടിലുള്ള ആർക്കെങ്കിലും അസുഖം വന്നത് മൂലമോ ചിലപ്പം മാനസികമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നാൻ സാധ്യതയുണ്ട്. മാനസിക ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഫിനാൻഷ്യൽ ലോസ് അല്ലെങ്കിൽ ശാരീരിക സുഖമില്ലായ്മ കേട്ടോ. നെക്സ്റ്റ് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. ഇത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെയാണ്. ഈ പണം അത്രയും നിങ്ങളുടെയാണ്, നിങ്ങളുടെ കയ്യിലുള്ള അസറ്റാണ്. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് ഇത് കിട്ടും. ഇത് നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം തന്നെയാണ്, നിങ്ങളുടെ തന്നെ പണമാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ലോങ് ടേമിൽ എപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ച് അതിനെ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജി പറയുന്നത്. ഇത് പണത്തിനെ കാത്തിരിക്കുന്നതാവാം, അല്ലെങ്കിൽ അതുപോലെ മൂല്യമുള്ള എന്ത് വസ്തുവിനെയും കാത്തിരിക്കുന്നതാവാം, ഒരു വ്യക്തിയാവാം കാത്തിരിക്കുന്നതായിട്ടാണ് 7 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇത് ചിലപ്പോൾ സ്പിരിച്വലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു സ്റ്റാഗ്നൻ്റ് പീരീഡിൽ വന്നിട്ടുള്ള ആളുകളുണ്ടാവും. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ കുറച്ച് പേര് സ്പിരിച്വലി ഗ്രോ ചെയ്യുന്ന, എന്നാൽ ഒരു ഘട്ടത്തിലെത്തിയിട്ട് ഇനി എന്താണെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് ഘട്ടത്തിലേക്ക് എപ്പോൾ പോകാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് നെക്സ്റ്റ് എന്നറിയാതെ ഒരു പകച്ചു നിൽക്കുന്ന ഒരു എനർജി ഉണ്ട്. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് പൈസ, നിങ്ങളിപ്പോൾ ഒരു ലോണൊക്കെ എടുക്കാൻ നോക്കിയിട്ട് ചിലപ്പോൾ അത് പറ്റാതെ, അല്ലെങ്കിൽ അതിൻ്റെ ബ്രിമ്മിൽ വന്നിട്ട് എന്നാൽ കിട്ടിയോ എന്ന് ചോദിച്ചാൽ കിട്ടിയില്ല, എന്നാൽ കിട്ടിയില്ലെന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു എനർജി ഉണ്ടല്ലോ. അതായത് നമ്മുടെ കയ്യിലോട്ട് ഇതിൻ്റെ ഫലം വന്നിട്ടില്ല, എന്നാൽ എല്ലാം റെഡിയായിട്ട് ഇരിക്കുവാണ് താനും. അപ്പോൾ അങ്ങനെയുള്ളൊരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ എപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ കുറച്ചൊരു വെയിറ്റിംഗ് എനർജിയാണ്, നമ്മളൊരു പെയിൻഫുൾ ആക്കുന്ന, കിട്ടുമോ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു പെയിൻഫുൾ എനർജി ആയിട്ടാണ് ഈ 7 ഓഫ് പെൻറ്റക്കിൾസ് കാണുന്നത്. വെയിറ്റിംഗ് ആണ് കേട്ടോ. നെക്സ്റ്റ് 10 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നതാണ്. ഫാമിലിയോടൊപ്പം കുറച്ച് സമയം ഒരുമിച്ചിരിക്കാനായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ഒരു ഔട്ടിങ്ങിന് പുറത്ത് പോകുന്നതായിരിക്കാം. ചിലപ്പോൾ വെറുതെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മുറ്റത്തോട്ടൊക്കെ നമ്മൾ മക്കളോടൊപ്പം പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാവാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫലവൃക്ഷങ്ങളൊക്കെ വീട്ടിലുള്ള ആളുകൾ, നിങ്ങളുടെ ഒരുപാട് ട്രോമയൊക്കെ വരുന്ന സമയത്ത് പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ ഈ ഫലവൃക്ഷങ്ങളോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നതും അവരെ ഹഗ് ചെയ്യുന്നതും നിങ്ങളുടെ നെഗറ്റിവിറ്റീസിനെ അവർ അബ്സോർബ് ചെയ്തോളൂ. അവർ നന്നായിട്ട് അത് എർത്തിങ് ചെയ്ത് വിടാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഫലവൃക്ഷങ്ങൾ വീട്ടിലുള്ളവർ പ്രത്യേകിച്ചും പാല്, ഈ എന്താണ് പറയുന്നത്, പാൽ വൃക്ഷങ്ങൾ എന്ന് പറയത്തില്ലേ, അതിനെന്താ പറയുക, ഈ എന്താണ്, ചക്ക, പ്ലാവ്, പിന്നെ അങ്ങനെയുള്ള കുറച്ച് മരങ്ങളുണ്ടല്ലോ. പപ്പായ ആയിരിക്കാം, പെട്ടെന്ന് ഈസിലി ഫ്രൂട്ടഡ് ആവുന്ന ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഫലവൃക്ഷങ്ങളിൽ, അതായത് നമുക്ക് ഫലം തന്നുകൊണ്ടിരിക്കുന്നതാവാം, നെക്സ്റ്റ് ഇയർ മിക്കവാറും തരുന്നതായിരിക്കും. അപ്പം ഒരു ഫുൾ ഗ്രോൺ ആയിട്ടുള്ളൊരു ഫ്രൂട്ട് പ്ലാന്റിനെ ഹഗ് ചെയ്യുന്നത്, അവരോട് പോയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പറയുന്നതൊക്കെ നമ്മളെ എർത്തിങ്ങിന് കൂടുതൽ ഹെൽപ്പ് ചെയ്യും. ഈ എർത്ത് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജി അല്ല, നെഗറ്റീവാണ്. അപ്പോൾ എർത്തിൻ്റെ നെഗറ്റീവിലോട്ട് നമ്മൾ അതിനെ പാസ് ചെയ്ത് വിട്ടിരുന്നാൽ മതി. നമ്മളത് പറയുമ്പോൾ ഈ ചെടി അതിനെ അബ്സോർബ് ചെയ്തിട്ട് അതിനെ അങ്ങ് റിലീസ് ചെയ്ത് വിട്ടോളൂ. നമ്മൾ നെഗറ്റീവായിട്ട് നമ്മുടെ നെഗറ്റിവിറ്റി ഭയങ്കരമായിട്ട് അത് സക്കിൻ ചെയ്തോളും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ വീട്ടിൽ കുട്ടികളൊക്കെ, വീട്ടിൽ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ വെറുതെ നിങ്ങളുടെ പെറ്റ്സിൻ്റെ അടുത്തേക്കൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടൊന്ന് പോകണം, പ്ലാന്റ്സിൻ്റെ അടുത്തോട്ടൊക്കെ പോകണം. അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നർച്ചറിങ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഗ്രോ ചെയ്യുന്ന പോലെ തന്നെയാണ് പ്രകൃതിയും അതിൻ്റെ കുഞ്ഞുങ്ങളെ ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ കുഞ്ഞുങ്ങളോടും കൂടെ കാണിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ആ രീതിയിലുള്ളൊരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. അപ്പം ഇന്ന് ഈ ഒരു ഫാമിലി കാർഡ് കാണുമ്പം നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ വീടിനടുത്തുള്ള വാട്ടർ ബോഡീസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു പുഴ അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ വെറുതെ നിങ്ങൾ നടക്കാനൊക്കെ പോയി ജസ്റ്റ് അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. അതായത് ഈ എന്താ പറയുന്നത്,
അനക്കമുള്ള, അതായത് വെള്ളമാണെങ്കിൽ ഒഴുകുന്ന വെള്ളം. ഇപ്പം ഒഴുകുന്ന വെള്ളമുള്ള പുഴയുടെ തീരമാകുമ്പോഴത്തേക്ക് എപ്പോഴും എന്തായാലും ഈ റെഗുലറൈസേഷൻ ഓഫ് എയർ ഉണ്ട്, അപ്പോൾ കാറ്റുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് പോകാൻ നിങ്ങളുടെ നെഗറ്റിവിറ്റീസും നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സും നിങ്ങളുടെ ഈ അൺസ്റ്റേബിൾ ആയിട്ടുള്ള മൈൻഡ് സെറ്റൊക്കെ ഭയങ്കരമായിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രദേശങ്ങൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഉയരമുള്ള പ്രദേശങ്ങളിൽ പോയിരിക്കുക, കാറ്റുള്ള പ്രദേശങ്ങൾ, ഒഴുകുന്ന വെള്ളമുള്ള പ്രദേശങ്ങളിലൊക്കെ പോയിരിക്കുന്നത് ഭയങ്കര പോസിറ്റിവിറ്റി കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ഒരു കാരണവശാലും നിങ്ങളൊരു മുറിക്കുള്ളിൽ അടച്ചിരിക്കരുത്. അത് സ്റ്റേ ലെയറാണ്, അത് നെഗറ്റിവിറ്റി ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്ന് പുറത്ത് പോകാൻ സാധ്യതയുണ്ട്, ട്രിപ്പ് പോകാൻ സാധ്യതയുണ്ട്, സിനിമയ്ക്ക് പോകാൻ സാധ്യതയുണ്ട്, ഐസ്ക്രീം തിന്നാൻ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ചുമ്മാ ആണ് കേട്ടോ. ഇത് ഫാമിലിയോടൊപ്പം ഔട്ടിങ്ങിന് പോകാമെന്നുള്ളതാണ്. ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാമെന്നുണ്ട്. പുറത്ത് പോകണമെന്നൊരു നിർബന്ധമില്ല. ചിലപ്പോൾ വീട്ടിൽ തന്നെ ആയിരിക്കും. എന്തായാലും വീട്ടിൽ കുറച്ച് ഹാപ്പി ആയിട്ടുള്ള സമയം ഉണ്ടാകുന്നതെന്നാണ് കാണുന്നത്. നെക്സ്റ്റ് 8 ഓഫ് കപ്സ് ആണിത്. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെ നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യം, ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ കാത്തിരുന്നൊരു കാര്യമാണ്. പക്ഷേ നിങ്ങൾക്കത് കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടാത്തത് കൊണ്ട് നിങ്ങൾക്ക് കടുത്ത നിരാശ വരികയും നിങ്ങൾ ഇനി ഒരിക്കൽ കൂടി അതിനെ കാത്തിരിക്കുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ അതിനെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി പുതിയൊരു ഡയറക്ഷനിലേക്കാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിമേൽ നിങ്ങൾ അതിനെ വെയിറ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളെ ഇത്രയും നാളും ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന, നിങ്ങൾ കുറേ നാളായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ ഇന്നേ ദിവസം അതിനെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് 8 ഓഫ് കപ്സ് പറയുന്നത്. ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്. എവിടെയോ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് വരുന്നുണ്ട്. നിങ്ങൾ കാത്തിരുന്ന ഇടമാണ്, അവിടെ കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ പോകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ഇത് തന്നെയാണ് പറയുന്നത്. പേജ് ഓഫ് വാൺസ് ആണ്. അപ്പം നിങ്ങൾ വളരെ അഡ്മിറേഷനോടുകൂടി കാത്തിരുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ വളരെ പാഷനായിരുന്നൊരു കാര്യമാണ്. നിങ്ങളെ ഒരു കാലത്ത് ജീവിക്കാൻ പ്രേരിപ്പിച്ചിരുന്നൊരു കാര്യമാണ്. പാതി വഴിയിൽ എവിടെയോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. തിരിച്ചു കിട്ടുമെന്ന് നിങ്ങൾ വളരെയധികം പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമാണ്. പക്ഷേ അത് കിട്ടത്തില്ല, അല്ലെങ്കിൽ അത് മിസ്സായിപ്പോയി, അല്ലെങ്കിൽ ഇനിമേൽ അതിന് വേണ്ടി കാത്തിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങളതിനെ ഉപേക്ഷിച്ച് പോകുന്നൊരു എനർജി ഉണ്ട്. പക്ഷേ നിങ്ങൾ അതിനെ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്നുമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ പിന്തിരിഞ്ഞു പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അതിനോട് കടുത്ത ആരാധനയും സ്നേഹവും ഒക്കെ ഉള്ളതായിട്ടാണ് കാണുന്നത്. അതാണ് പേജ് ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത്. എന്തോ ഒരു കാര്യത്തോട് ഇന്ന് ഭയങ്കരമായിട്ട് അഡ്മിറേഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. 3 ഓഫ് കപ്സ് ആണ്. അപ്പോൾ വീണ്ടും സെലിബ്രേഷൻ്റെ കാർഡാണ്. ചിലപ്പോൾ ഫ്രണ്ട്സ് ഒത്തുകൂടുന്നതായിരിക്കാം, ഫ്രണ്ട്സിനോടൊപ്പം ആയിരിക്കാം, ഫാമിലിയോടൊപ്പം ആയിരിക്കും, ഗെറ്റ് ടുഗദർ പോലെന്നാണ്. ഒരു സെലിബ്രേഷൻ്റെ കാർഡാണ്. ഫംഗ്ഷൻസിൽ പങ്കെടുക്കുന്നതാവാം, ഫാമിലി ഗെറ്റ് ടുഗദർ ആയിരിക്കാം, ചിലപ്പം നിങ്ങളുടെ പഴയ ഫ്രണ്ട്സുമായിട്ടുള്ള ഗ്യാതറിങ് ആയിരിക്കാം. ഇത് 3 ഓഫ് കപ്പ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട്ഷിപ്പാണ് മോസ്റ്റ്ലി. അപ്പം അങ്ങനെ ഒരു പാർട്ടി ആവാം, ചിലപ്പം ഒരു ചില്ലിങ് ഔട്ട് ആവാം. അത് വളരെ കാഷ്വലായിട്ടുള്ള കപ്പ് ഉയർത്തിയിട്ടുള്ള സെലിബ്രേഷൻസും ആകാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള എന്തോ ഒരു സെലിബ്രേഷൻ ഇന്ന ദിവസം നടക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് കാർഡ് 5 ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിൽക്കുക. കാരണം നമ്മുടെ ഇമോഷൻസിനെ മറ്റുള്ളവർ ഹേർട്ട് ചെയ്യുക, നമ്മളെ ഇമോഷണലി ഹേർട്ട് ചെയ്യുക. നമ്മൾ വേദനിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയും നമ്മൾ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യുന്ന ആളുകളുണ്ടാകാൻ സാധ്യതയുണ്ട്. അവർക്ക് ജയിക്കാൻ വേണ്ടി അവരെന്തും ചെയ്യും, അവരെന്തും പറയും, എന്തും ചെയ്യും. അപ്പോൾ നമ്മൾ ഹേർട്ടാവും. നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ആളുകളായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തൽക്കാലം മാറി നിന്ന് കൊടുക്കും. പക്ഷേ അവർ നമ്മളെ ഇമോഷണലി ഹേർട്ട് ചെയ്തിട്ട് പോകാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ ഒറ്റ ഉദ്ദേശമുള്ളൂ വിന്നിങ് അറ്റ് എനി കോസ്റ്റ്, എന്ത് വില കൊടുത്തും ജയിക്കുക. അതിന് നീ കരഞ്ഞാലും കൊള്ളാം, നീ ചത്താലും കൊള്ളാം, എനിക്കൊരു കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ ചിലപ്പോൾ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം കണ്ടാൽ എൻ്റെ ഇമോഷൻസിനെ ഞാൻ നിങ്ങൾക്ക് ഹേർട്ട് ചെയ്യാൻ വേണ്ടി വിട്ടു തരത്തില്ല. എന്നെ ഞാൻ നോക്കിയില്ലെങ്കിൽ വേറെ ആരും നോക്കാനില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സംരക്ഷകനാകുക, സംരക്ഷകയാകുക. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക കേട്ടോ. ഒരാളും നിങ്ങളോട് നിർബന്ധിച്ച് വാ നമുക്ക് ഇന്ന സ്ഥലത്ത് പോകാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകണ്ട. കാരണം അവർ നിങ്ങളെ വിളിക്കുന്നത് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് തോന്നും നിങ്ങളെയും കൂടെ വിളിച്ച് അവർ സന്തോഷിക്കാൻ പോകുന്നൊന്നുമല്ല, നിങ്ങളെ മേക്ക് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളെ മറ്റുള്ളവർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക, നിങ്ങളെ വിളിച്ചുകൊണ്ട് എവിടെയെങ്കിലും പോവുക, അത് അറ്റ് യുവർ കോസ്റ്റാണ് കേട്ടോ. അവിടെ നഷ്ടം നിങ്ങൾക്കായിരിക്കും. അപ്പോൾ അങ്ങനെ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്, ഹേർട്ടാകാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ ഹേർട്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ, സൂക്ഷിക്കണം. നെക്സ്റ്റ് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. അപ്പോൾ അമ്മയുമായി ബന്ധപ്പെട്ട് അമ്മയെ കാണാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അമ്മയെ വിളിക്കുക, അമ്മയെ സംസാരിക്കുക, അമ്മയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അമ്മയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഇന്ന ദിവസം അമ്മ ചിലപ്പോൾ വഴക്ക് പറയാനോ ആകും കേട്ടോ. അല്ലെങ്കിൽ അമ്മ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം, ഒരു രഹസ്യമോ ഒരു പരസ്യമോ ഒക്കെ നിങ്ങളെ വിളിച്ച് ഇൻറ്റിമേറ്റ് ചെയ്യുന്നതാവാം. പിന്നെ ഇവിടെ ഒരു സ്പിരിച്വൽ ലേഡിയാണ്. സ്പിരിച്വൽ ലേഡിയുടെ ഗൈഡൻസ് നിങ്ങൾ എടുക്കാൻ
സാധ്യതയുണ്ട്, ഒരു ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ ടാരോ റീഡിംഗ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന റീഡിംഗ് ഇല്ലേ, ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ ഇല്ലേ, ഈ വീഡിയോ തന്നെ നിങ്ങൾക്കൊരു റീഡിംഗ് ആണ്, നിങ്ങൾക്കൊരു ഗൈഡൻസ് ആണല്ലേ. അപ്പോൾ അത് അങ്ങനെയാകാം, അതും ആകാം. അല്ലെങ്കിൽ സ്പിരിച്വലി വളരെ ഗ്രോൺ ആയിട്ടുള്ള ഒരാളെ നിങ്ങൾ നേരിട്ട് കാണാനും അവരുമായിട്ട് സംസാരിക്കാനോ അവരുമായിട്ട് ഗൈഡൻസ് ഒക്കെ എടുക്കാനോ സാധ്യതയുണ്ട്. സംസാരിക്കലാണ് കേട്ടോ. നിങ്ങളൊരു പ്രശ്നത്തെ എങ്ങനെ കാണണമെന്നൊരു നമുക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്ത കാര്യങ്ങളെ വളരെ നിസ്സാരമായിട്ട് ചില മനുഷ്യർ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനൊരു നിങ്ങളുടെ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ മറ്റൊരു സ്പിരിച്വൽ ലേഡിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാകാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ചിലപ്പോൾ ഈ വീഡിയോയിൽ നിന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു ട്രൂത്ത് റെവലേഷനാണ്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യത്തെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ പോലെ നിങ്ങൾക്ക് ഒരു ഹൈ പ്രീസ്റ്റസ് ആണ്, നിഗൂഢതകൾ വെളിവാകുന്ന ഒരു കാര്യമാണ്. പിന്നെ നിങ്ങളിന്ന് പുതിയ എന്തെങ്കിലും കാര്യം പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കും. വളരെ അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു നോളജ്, അത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ ഗ്രോ ചെയ്യാനും മറ്റുള്ളവരെ ഗ്രോ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു നോളജ് പഠിച്ചെടുക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളിന്ന് പഠിക്കാൻ തുടങ്ങുന്നതോ ഒക്കെ ആകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് 10 ഓഫ് പെൻഡക്കിളാണ്. അപ്പോൾ ഇന്ന് വീടുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, ഫാമിലി കാർഡാണ്. പാരമ്പര്യ സ്വത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. വീട്ടിലേക്ക് ധനസമ്പാദനം നടക്കാൻ സാധ്യതയുണ്ട്. വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ഉപയോഗിക്കപ്പെടാനോ പണം സ്പെൻഡ് ചെയ്യാനോ അവിടെ നിന്ന് പണം സമ്പാദ്യമായി വരാനോ സാധ്യതയുണ്ട്. വീടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പണം കയ്യിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പല സോഴ്സിൽ നിന്ന് പണം വരും. അപ്പോൾ ഇന്ന് ഒരു അബണ്ടൻസിൻ്റെ ദിവസമായിട്ട് കാണുന്നുണ്ട്, ഫിനാൻഷ്യൽ അബണ്ടൻസിൻ്റെ ദിവസമായിട്ട് കാണുന്നുണ്ട്. 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഫാമിലിയിൽ കൊച്ചു കൊച്ചു മുറുമുറുപ്പുകൾ ഉണ്ടാവാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. ഫാമിലിക്കുള്ളിൽ ചില ചർച്ചകളൊക്കെ നടക്കാനും, അല്ലെങ്കിൽ പോസിറ്റീവാകാം നെഗറ്റീവാകാം, ചിലപ്പോൾ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവാം, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും മുട്ടുമൊക്കെ ചട്ടിയും കലാവുമ്പോൾ ഇങ്ങനെ ഓക്കെ. അതൊക്കെ ഫാമിലി ലൈഫിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത് അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാണ് ജനറലായിട്ടുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് ഏഞ്ചൽസ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നോക്കാം. ഏഞ്ചൽസിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവർ ചോദിക്കുക. ഫസ്റ്റ് ചോദ്യം ചോദിക്കുക. ഫസ്റ്റ് ചോദ്യം ഉത്തരം ഇതാ. ഫൊർഗീവ്നെസ്. നിങ്ങൾ ആരോടോ ഫൊർഗീവ് ചെയ്യാനുണ്ട്. നിങ്ങൾ ആരെ ഓർത്താണോ വേദനിക്കുന്നത്, വിഷമിക്കുന്നത്, അവർക്ക് നിങ്ങൾ ഫൊർഗീവ്നെസ് കൊടുക്കുക എന്നാണ്. അവരുടെ ഉള്ളിൽ നിങ്ങളോട് ഹീൽ ചെയ്യാത്ത എന്തോ കാര്യം കിടക്കുന്നത് കൊണ്ടാണ് ആ ആളുകൾ നിങ്ങളിലേക്ക് ഇനിയും എത്തിച്ചേരാത്തതും. അതുപോലെ നിങ്ങൾക്ക് അവരെ വേദനയില്ലാതെ ഓർക്കാൻ പറ്റാത്തപ്പോൾ അവർക്ക് ഫൊർഗീവ്നെസ് കൊടുക്കുക. ഹോപ്പനൊപ്പനോ ചൊല്ലിയാൽ മതി കേട്ടോ. ഹോപ്പനൊപ്പനോ ചൊല്ലിയ ആളുകളെ റിലീസ് ചെയ്യണം. അതാണ് ഫസ്റ്റ് കാർഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ മനസ്സിലോർത്തോളൂ. ഉത്തരം നോട്ട് ദ റൈറ്റ് ടൈം. ഇന്നല്ല നിങ്ങൾ മനസ്സിലോർത്ത കാര്യത്തിനുള്ള ശരിയായ സമയം. ഒന്ന് വെയിറ്റ് ചെയ്യണം. റൊമാൻസ് വരുന്നുണ്ട് കേട്ടോ. ആർക്കൊക്കെയോ റൊമാൻസ് വരുന്നുണ്ട്. റൊമാൻസ്. ബോട്ടം അബണ്ടൻസ് ആണ് കേട്ടോ. നമുക്ക് മിക്കവാറും ബോട്ടം വരുന്ന അബണ്ടൻസ് ആണ്. അപ്പം നമുക്ക് എന്ത് മനസ്സിലാവും? നമ്മളാണ് നമ്മുടെ അബണ്ടൻസിൻ്റെ സൃഷ്ടികർത്താക്കൾ. നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണുന്ന രീതി ഒന്ന് മാറ്റിയാൽ നമുക്ക് അബണ്ടൻ്റ് ആയിരിക്കാൻ പറ്റുമെന്നാണ്. ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കൂ, ചിരിക്കൂ, സന്തോഷിക്കൂ. അപ്പോൾ നെക്സ്റ്റ് കാർഡ് ലവേഴ്സിനുള്ള ഓറക്കിൾ എന്താ നോക്കാം. ലവേഴ്സിനുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് വന്നിട്ട് റിലീസ് യുവർ എക്സ് ആണ് കേട്ടോ. നിങ്ങളുടെ പാസ്റ്റിലത്തെ നെഗറ്റീവായിട്ടുള്ള കുറേ ട്രോമാസ്, കുറേ ബാഗേജ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളതിനെ ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ട്. ഇമോഷണലി ഉള്ള ട്രോമയാകാം, ഫിസിക്കൽ ട്രോമയാകാം, മെൻ്റൽ ട്രോമയാകാം, സൈക്കോളജിക്കലാവാം. പല രീതിയിലുള്ള ട്രോമാസ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ എനർജീസ് ക്ലിയർ ചെയ്യുമെങ്കിൽ മാത്രമാണ് പുതിയ എനർജീസിന് നിങ്ങളുടെ ഉള്ളിലേക്ക് വരാനായിട്ട് പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ്. നിങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നവരാണ് എങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കുക. നിങ്ങളുടെ ചിന്ത എന്താണോ അതാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. അടുത്തത് അൺറിക്വൈറ്റഡ് ലവ് ആണ്. നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ ആവശ്യമില്ലാത്ത ചില ചിന്തകളൊക്കെ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത് ആവശ്യമില്ലാത്തൊരു കാര്യമാണെന്ന് നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ആദ്യമേ പറഞ്ഞ എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്തതാണെങ്കിൽ നിങ്ങളങ്ങ് ലെറ്റ് ഗോ ചെയ്ത് വിട്ടേക്ക്. ഇവിടെ ഫസ്റ്റ് വന്ന കാർഡെന്ന് പറയുന്നത്
റിലീസ് യുവർ എക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പിൽ പഴയ കുറേ ട്രോമാസ് ആണ്. അപ്പോൾ അതിനെ ലെറ്റ് ഗോ ചെയ്യാൻ പറയുന്നുണ്ട്, വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ പറയുന്നുണ്ട്. ഇനി എന്നിട്ടും നിങ്ങൾക്കിത് ആവശ്യമില്ലാത്തതാണെന്ന് തോന്നുവാണെങ്കിൽ അതിനെ വിട്ട് കളയുക. അപ്പോൾ ഒരു ന്യൂ ലവ് നിങ്ങളിലേക്ക് വരും. എ ന്യൂ പേഴ്സൺ ഹാസ് സ്റ്റേർഡ് യുവർ റൊമാൻറ്റിക് ഫീലിങ്സ്. നിങ്ങൾ ഇത്രയും നാൾ ആർക്ക് വേണ്ടി കാത്തിരുന്നോ അവർ വരുന്നില്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, പുതിയൊരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അമ്പട ജിഞ്ചിൻ ചക്കിരി. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക, വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. നല്ലത് വരുമെന്ന് മാത്രം പ്രതീക്ഷിക്കുക. ഇല്ലാത്തതിനെ ഓർത്ത് വിഷമിക്കേണ്ട, അതും വരും. ഉള്ളത് കൂടുതലായിട്ട് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് വിശ്വസിക്കുന്നോ അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുക. അത് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഓക്കെ, ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്നത് എന്ത് ചെയ്യുമ്പോഴാണോ അത് ചെയ്യുക. അത് നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ പ്രകാശം തരും, നിങ്ങളുടെ നെഗറ്റിവിറ്റീസിനെ പുറത്തേക്ക് കളയും. അപ്പോൾ നിങ്ങൾ ആ കാര്യം സൂക്ഷിക്കുക. അപ്പോൾ ഞാനിന്ന് പറഞ്ഞ കാര്യം മറക്കണ്ട. കുഞ്ഞുങ്ങളെയും കൊണ്ട് വീടിന് പുറത്ത് പോയിട്ട് വീടിന് ചുറ്റുമുള്ള ഒന്ന് നടക്കണം, എർത്തിങ് ചെയ്യിപ്പിക്കണം പിള്ളേരെ കൊണ്ട്. ചെരുപ്പിടണ്ട, പുറത്ത് പോയിട്ട് മുറ്റത്തോട്ട് നടത്തണം. പ്ലാന്റ്സിനെ എല്ലാം അടുത്തൂടെ പോകണം. വർത്തമാനം പറയാൻ പറ്റുമെങ്കിൽ വർത്തമാനം പറയണം. ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അവരടുത്തോട്ട് ഹഗ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്യണം. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം, അത് മറക്കരുത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഹാപ്പി സൺഡേ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. പിണക്കമൊക്കെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഉണ്ടാവും. അതൊക്കെ വീടായതുകൊണ്ടാണ്, നമുക്ക് നാട്ടുകാരുടെ അടുത്ത് പോയി വഴക്കുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണെന്ന് മാത്രം വിചാരിക്കുക. ഹാപ്പി ആയിട്ടിരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർഗമെന്ന് പറയുന്നതും നരകമെന്ന് പറയുന്നതും നമ്മളുണ്ടാക്കുന്നതാണ്. അത് നമ്മുടെ വീട് തന്നെയാണ്. അപ്പോൾ എപ്പോഴും എല്ലായിടും സ്വർഗമായിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഡെലിബറേറ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.